ഗസയിലെ സഹോദരങ്ങൾക്കെതിരായ സയനിസ്റ്റ് ശത്രുവിൻ്റെ വംശഹത്യക്കെതിരെ ഇസ്രായേലിലെ പ്രധാന എയർപോർട്ടായ ബെൻ ഗുരിയോണിൽ വീണ്ടും ആക്രമണം നടത്തിയ ശേഷം ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞത് ഇങ്ങനെയാണ്. എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. 2 ഹൈ ക്വാളിറ്റി ഡ്രോണുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതെന്നും ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്നും യഹിയ സാരി അവകാശപ്പെട്ടു. 2 യാഫ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹൂതി വിമതർ എയർപോർട്ട് ലക്ഷ്യമാക്കി വീണ്ടും ആക്രമണം നടത്തിയത്. ഡ്രോണുകൾ എയർപോർട്ടിനെ നേരിട്ട് ഹിറ്റ് ചെയ്തെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഡ്രോണുകളെ തകർത്തതായി ഇസ്രായേലും വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇസ്രായേലിലെ ഏറ്റവും തിരക്കേറിയ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് എയർപോർട്ടിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. പിന്നാലെയാണ് വീണ്ടും എയർപോർട്ടിനെ ലക്ഷ്യമാക്കി ഹൂതികൾ 2 ഡ്രോണുകൾ തൊടുത്തുവിട്ടത്. യമനിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്തതായി IDF അവകാശപ്പെട്ടു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് മറുപടിയായാണ് ഹൂതികൾ ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ബാലസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ഹൂതികളുടെ ബാലസ്റ്റിക് മിസൈൽ എത്തിയതോടെ സെൻട്രൽ ഇസ്രായേലിലും ജെറുസലേമിലും സൈറനുകൾ മുഴങ്ങി. മിസൈൽ ആക്രമണം ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു. ലക്ഷ്യത്തിലെത്തും മുമ്പ് തന്നെ മിസൈലിനെ തകർത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ടെലവീവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ജെറുസലേം ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിലുമാണ് സൈറൻ മുഴങ്ങിയത്. മെയ് മാസം മുതൽ ഇതുവരെ 17-ലധികം മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ ഇസ്രായേലിൽ നടത്തിയത്. ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോണിനെ ലക്ഷ്യമിട്ടും ഹൂതികൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ആക്രമണത്തിനിടെ വിമാനത്താവളത്തിൽ അകപ്പെട്ട ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണം വിജയകരമായിരുന്നു എന്നാണ് ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞത്. ആക്രമണം വ്യോമഗതാഗതത്തെ തടസ്സപ്പെടുത്തിയെന്നും ഇസ്രായേൽ ജനത ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയെന്നും യഹിയ സാരി അവകാശപ്പെട്ടു. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രായേൽ ആവർത്തിച്ച് വ്യോമാക്രമണം നടത്തുകയാണ്. ഇതേ തുടർന്ന് യമൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുകയാണെന്നും ഇസ്രായേൽ വിമാനങ്ങളെ കൂടുതൽ ഫലപ്രദമായി ലക്ഷ്യമിടാൻ ഉടൻ കഴിയുമെന്നും ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ പ്രസിഡന്റ് മഹ്ദി അൽ മഷാദ് അറിയിച്ചു. യമനിൽ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ വിമാനങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ സന്തോഷ വാർത്ത ഉണ്ടാകുമെന്നാണ് യമൻ്റെ സായുധ സേന പരിഹാസത്തോടെ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ വ്യോമസേന യമനിൽ പരിഹാസ്യരായി മാറുമെന്നും അൽ മഷാദ് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച വെസ്റ്റ് ബാങ്കിലെ സമരിയ, ബാഖ്യ മേഖലകളിലും ഹൂതികൾ ആക്രമണം നടത്തി. മിസൈലുകൾ എത്തിയതോടെ സൈറൻ മുഴങ്ങുകയും ചെയ്തു. IDF ആക്രമണത്തെ പ്രതിരോധിച്ചതായും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഹൂതികൾ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയത്. ഗസയിലും അൽ അഖ്സയിലും ഇസ്രായേൽ നടത്തിയ നടപടികൾക്കുള്ള പ്രതികാരമായാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പിന്നീട് വ്യക്തമാക്കി. ടെലവീവിന് കിഴക്കുള്ള ഒരു തന്ത്രപ്രധാന സ്ഥലത്തെ ലക്ഷ്യമിട്ട് മറ്റൊരു സുൽഫിക്കർ മിസൈലും തൊടുത്തുവിട്ടു. ആക്രമണങ്ങൾ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചതായും ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും യഹിയ സാരി പറഞ്ഞു. ഇസ്രായേൽ അധിനിവേശ മേഖലകളിലാണ് യമൻ സായുധ ഗ്രൂപ്പ് പ്രധാനമായും ആക്രമണം നടത്തിയത്. ആക്രമണ മുന്നറിയിപ്പായി ഇസ്രായേൽ നഗരങ്ങളിലും സെറ്റിൽമെൻറ്റുകളിലും സൈറൻ മുഴങ്ങുകയും ചെയ്തു.